ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ലൂസിഫർ ഹോളിഡേയ്സിന്റെ രംഗണ്ണനുമായിട്ടാണ്. അപ്പോൾ ഇതിന്റെ വിശേഷമാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇന്ന് അവതരിപ്പിക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഡ്രീം കേജ് എഡിസിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ എന്നത്തെ പോലെ മുൻഭാഗത്താണ് തുടങ്ങുന്നത്. മുൻഭാഗത്ത് നോക്കുവാണെങ്കിൽ വലിയതായിട്ട് ലൂസിഫർ എന്നുള്ള പേര് കൊടുത്തിട്ടുണ്ട്. അടിപൊളിയായിട്ടുള്ള ഒരു ഫോണ്ടിലാണ് വന്നിട്ടുള്ളത്. അതിൽ തന്നെ ഒരു ഗ്ലോബിൻ്റെ എംബ്ലമൊക്കെ സെറ്റ് ചെയ്ത് നല്ല ഡിസൈനിങ് വന്നിട്ടുണ്ട്. പിന്നെ മുകൾ ഭാഗത്ത് നല്ല രീതിയിലുള്ള ഒരു റൂഫ് ലാംപ്സ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ മിറേഴ്സ് ഒക്കെ ആണെങ്കിൽ നല്ല അടിപൊളിയായിട്ടുള്ള മിറേഴ്സും അതിൽ ലൈറ്റ്സ് ഒക്കെ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. പിന്നെ ക്യാപ്ഷൻസ് കൊടുത്ത് നിങ്ങൾ കാണാൻ പറ്റും, ദ വേൾഡ് ഈസ് മൈ ടെറിട്ടറി. അതുപോലെ തന്നെ നേരെ താഴേക്ക് പോവുകയാണെങ്കിൽ ഇതിൻ്റെ എഡിഷൻ നെയിമായ രംഗണ്ണൻ എന്ന് മലയാളത്തിലാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഒരു ക്യാപ്ഷനും വന്നിട്ടുണ്ട്. പിന്നെ താഴേക്ക് പോവുകയാണെങ്കിൽ ഇത് പ്രകാശിൻ്റെ വേഗയിലാണ് ഈ ഒരു വണ്ടിയുടെ ഡിസൈനിങ് വന്നിട്ടുള്ളത്. നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്, നീറ്റായിട്ട് ചെയ്തിട്ടുള്ള ഒരു വണ്ടിയാണിത്. പ്രകാശിൻ്റെ ബാഡ്ജിങ് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഗ്രിൽ ലാംപ്സ് ഒക്കെ ഇവിടെ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്, എക്സ്ട്രാ ലാംപ്സ് ഒക്കെ വന്നിട്ടുണ്ട്. പിന്നെ നേരെ താഴേക്ക് പോവുകയാണെങ്കിൽ ഒരു ലിപ്പും കൂടി കൊടുത്തിട്ടുണ്ട്. ലിപ്പൊക്കെ വണ്ടിയുടെ പ്രസൻസ് നല്ല രീതിയിൽ കിട്ടാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതെവിടെയൊക്കെ ഒരു ഹുക്കൊക്കെ കൊടുത്ത് നല്ല ഒരു ക്ലാസ് ആക്കിയിട്ടുണ്ട്. ഓവറോൾ കാണുവാണെങ്കിൽ നല്ല മാസ് ലുക്കാണ് ഈ വണ്ടി കാണാൻ. ഇതിൽ അത്യാവശ്യം നിയോൺസും കാര്യങ്ങളൊക്കെ നീറ്റായിട്ട് തന്നെ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഹെഡ്ലൈറ്റിൻ്റെ സൈഡിലൊക്കെ ഉണ്ട്. പിന്നെ വെഗേൻ്റെ നമ്മളെ ഫസ്റ്റ് വണ്ടിയാണ് ഈ ഒരു വെഗ ഡിസൈനിങ്ങിൽ പ്രകാശിൻ്റെ വെഗയിലുള്ള ഫസ്റ്റ് വണ്ടിയാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. ഇതിന് മുന്നേ നമ്മൾ BMR ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ സെഡാസ്റ്റർ ചെയ്തിട്ടുണ്ട്, സെഡോൺ ചെയ്തിട്ടുണ്ട്, അങ്ങനെ എല്ലാ വണ്ടികളും ചെയ്തു. ഇപ്പോൾ ഇതിലും എത്തിയിട്ടുണ്ട്. ഇനി ഇവിടെ ഒരു ചെറിയൊരു ടിബറ്റൻ ഫ്ലാഗ് ഒക്കെ നല്ല നൈസായിട്ട് ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വശത്തെ കൂടെ കറങ്ങി വരാം. പിന്നെ ഇവിടെയൊക്കെ DRലൊക്കെ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. നല്ല നീറ്റായിട്ട് ചെയ്തിട്ടുള്ളത്, ഓവറാക്കാത്ത രീതിയിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നേരെ വശങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ എയർ ഓപ്പറേറ്റഡ് ഡോർ വന്നിട്ടുണ്ട്. അതിൽ തന്നെ ഒരു ഗ്രാഫിക്സ് ഒക്കെ നല്ല രീതിയിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. പിന്നെ കളർ കോഡിലാണ് വന്നിട്ടുള്ളത്, വൈറ്റിൻ്റെ കളർ കോഡിൽ വന്നിട്ടുണ്ട്. പിന്നെ ലൂസിഫറിനുള്ള ഒരു സൈഡ് കൊടുത്തിട്ടുള്ള ഫോണ്ടും അടിപൊളിയായിട്ടുള്ള ഒരു ഫോണ്ട് കൊടുത്തിട്ടുണ്ട്. അതിൽ സിമ്പിൾ ആയിട്ടാണെങ്കിൽ നല്ല അടിപൊളിയായിട്ടുള്ള ഗ്രാഫിക്സ് ഒക്കെ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. പിന്നെ ബോഡി മാർക്കിംഗ് ലാംപ്സ് ഒക്കെ വന്നിട്ടുണ്ട്. പിന്നെ ഇതെവിടെ നമുക്ക് ഡിക്കി കാണാൻ പറ്റും. ഇതെവിടെയൊക്കെ ഡിക്കി സ്പേസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ വീൽ ആർച്ചിൻ്റെ സൈഡിലും ഇവിടെ ഒരു ചെറിയൊരു ക്യാപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇത് ഈ വണ്ടിയുടെ നമ്പർ ഒരു ക്യാപ്ഷനായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ വീൽ കപ്പ് വൈറ്റിൻ്റെയും ബ്ലാക്കിൻ്റെയും കോമ്പിനേഷനിലുള്ള വീൽ കപ്പും കൊടുത്തിട്ടുണ്ട്. പിന്നെ ലീഗലായിട്ട് നമ്പർ പ്ലേറ്റ് ഈ ഭാഗത്ത് ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. ഇനി നേരെ പിൻഭാഗത്തേക്ക് നമുക്ക് നോക്കാം. ഇനി നേരെ പിൻഭാഗത്തേക്ക് പോവുകയാണെങ്കിൽ മുകൾ ഭാഗത്ത് ലൂസിഫറിന്റെ പേര് മുൻഭാഗത്ത് കണ്ട രീതിയിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ജപ്പാനിലെ ഒരു ജപ്പാനീസ് ഫോണ്ടിലുള്ള ഒരു ഇതൊക്കെ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. പിന്നെ ഡിക്കിയും അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ഡിക്കിയും ഈ ഒരു ലേഡറിന്റെ ബാക്കി നമ്മൾ ഈ ഡിക്കിയിലാണുള്ളത്. പിന്നെ ഇവരുടെ നമ്പറും അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം പേജൊക്കെ ഇതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഞാൻ അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഇതൊക്കെ കൊടുക്കാം. പിന്നെ നോർമലായിട്ടുള്ള ടെയിൽ ലാംപ്സും കാര്യങ്ങളൊക്കെ നീറ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്. പിന്നെ ഇതെവിടെ ഒരു പേരും കൂടി കൊടുത്തിട്ടുണ്ട്. സാൻവികാസ് ടോയ്സ് എന്നൊരു നെയിമിങ്ങും കൂടെ അവിടെ വന്നിട്ടുണ്ട്. ഇതിലാണ് ഓവറോൾ പിൻഭാഗത്തെ കാര്യങ്ങളിൽ. ഇനി നേരെ മറുഭാഗത്ത് നമ്മൾ മറുവശത്ത് കണ്ട പോലെ തന്നെയാണ്, ജസ്റ്റ് എന്തായാലും ഒന്ന് കണ്ടിട്ട് വരാം. ഇനി നേരെ ഈ ഒരു ഭാഗം നോക്കുവാണെങ്കിൽ മറുവശത്ത് കണ്ട രീതിയിൽ തന്നെയാണ് ഡിസൈനിങ് ഒക്കെ വന്നിട്ടുള്ളത്. പിന്നെ ലീഗലായിട്ടുള്ള സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. പിന്നെ ബോഡി മാർക്കിംഗ് ലൈറ്റ്സ് ഒക്കെ ഇവിടെ കാണാൻ പറ്റും. പിന്നെ ലൂസിഫറിന്റെ മറുഭാഗത്ത് അതേ രീതിയിലുള്ള ഫോണ്ടും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങളാണ് ഇതിന്റെ പുറത്തുള്ളത്. ഇനി നമുക്ക് ഇതിന്റെ ഉൾഭാഗത്തുള്ള കാര്യങ്ങളൊന്ന് കണ്ടുപോകാം. അപ്പോൾ നമ്മൾ വണ്ടിയുടെ പുറംഭാഗം മൊത്തം കണ്ടു. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറാം. ഉള്ളിലേക്ക് കയറുന്ന നമ്മൾ ഇതിൻ്റെ എയർ ഓപ്പറേറ്റഡ് ആയിട്ടുള്ള ഡോറാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇതൊന്ന് തുറക്കാം. തുറന്നതിന് ശേഷം നോക്കാം. ഈ രീതിയിലാണ് ഈ ഒരു ഡോറ് ഓപ്പൺ ചെയ്ത് വരുന്നത്. ഇനി നേരെ നമുക്ക് ഉള്ളിലേക്ക് കയറുവാണെങ്കിൽ ഇതാണ് ക്യാബിന് വരുന്നത്. ഞാൻ കുറച്ചുകൂടെ അടുത്തുനിന്ന് കാണിച്ചു തരാം. അപ്പോൾ ഈ രീതിയിലാണ് ഇതിൻ്റെ ക്യാബിന് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇതിൽ ആംപ്ലിഫയറും അതുപോലെ തന്നെ സ്വിച്ചസും കാര്യങ്ങളൊക്കെ നല്ല നീറ്റായിട്ട് തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു മുകളിലൊരു സാധനം സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ വേറെ വണ്ടിയിലൊന്നും ഇത് കണ്ടിട്ടില്ല. അതുപോലെ തന്നെ ഒരു റൂഫിൻ്റെ ഓരോ ഓപ്പണിങ്ങും വന്നിട്ടുണ്ട്. ഇനി ഓരോന്നായിട്ട് കാണിച്ചു തരാം.
ഇതാണ് ഇതിൻ്റെ സ്വിച്ചസും കൺട്രോൾസും ഒക്കെ വരുന്നത് ഈ ഒരു ഭാഗത്ത്. പിന്നെ അതുപോലെ തന്നെ ഒരു പയനീറിൻ്റെ സ്പീക്കേഴ്സ് ഇതിൻ്റെ ഉള്ളിൽ കൊടുത്തിട്ടുണ്ട്. ഫാനൊക്കെ നല്ല രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിന് നേരെ താഴേക്ക് പോകുകയാണെങ്കിൽ ലേലാൻഡിൻ്റെയാണ് ചേസും എഞ്ചിനും വന്നിട്ടുള്ളത്. ഇതിൻ്റെ സ്റ്റിയറിംഗ് വീലും കാര്യങ്ങളൊക്കെ ആ നോർമലായിട്ടുള്ള രീതിയിൽ തന്നെ വന്നിട്ടുണ്ട്. പിന്നെ ഇത് ഇവിടെ ഒരു പഫൊക്കെ ഇട്ട് നല്ല നീറ്റ് ആക്കിയിട്ടുണ്ട്. പിന്നെ ഇത് നമ്മളുടെ ഡോറിൻ്റെ സ്വിച്ചാണ്. എയർ ഓപ്പറേറ്റർ ഡോറിൻ്റെ സ്വിച്ച് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഗിയറിൻ്റെ നോബൊക്കെ ഗ്ലാസിൻ്റെ രീതിയിലുള്ള ഗിയർ നോബും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ആമ്പൊക്കെ നല്ല രീതിയിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. നല്ല രീതിയിൽ സ്പേസ് യൂട്ടിലൈസ് ചെയ്യുന്ന രീതിയിലാണ് ഓരോ ആമ്പൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ മിക്സറും കൺട്രോളറൊക്കെ ഇതിൻ്റെ ഉള്ളിൽ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ക്യാബിൻ്റെ ഉള്ളിലേക്ക് വരുമ്പോൾ ഇതിലും കുടിവെള്ളത്തിൻ്റെ ഒരു സെറ്റപ്പ് വന്നിട്ടുണ്ട്. നമ്മൾ മെട്രിക്സിൽ ഇത് കണ്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇതിൽ ഇവരും ഈ വണ്ടിയിൽ യാത്ര ചെയ്യുന്നവരുടെ വെള്ളത്തിൻ്റെ ഒരു ലഭ്യത ഉറപ്പ് വരുത്തിയിട്ടുണ്ട്. ഇനി നേരെ ഉള്ളിലേക്ക് പോവുകയാണെങ്കിൽ റെഡിൻ്റെ ഫിനിഷിങ്ങിലാണ് ഓരോ സീറ്റും കൊടുത്തിട്ടുള്ളത്. ലെഗ് സ്പേസ് നല്ല രീതിയിലുള്ള ലെഗ് സ്പേസ് നമുക്ക് കിട്ടുന്നുണ്ട്. ഇതായിരിക്കുമ്പോൾ നല്ല രീതിയിലുള്ള ലെഗ് സ്പേസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. നല്ലൊരു ലെഗ് സ്പേസ് ഉള്ള രീതിയിലാണ്. പിന്നെ ഇരുത്തൊക്കെ നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഇരുത്തൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ രീതിയിലാണ് ഇതിൻ്റെ സീറ്റ്. ഇനി നമുക്ക് പിൻഭാഗത്തേക്ക് പോവാം. ഇനി ഇതിൻ്റെ മ്യൂസിക് സിസ്റ്റത്തിനെ പറ്റി പറയുകയാണെങ്കിൽ വർമാസിലാണ് ഇതിൻ്റെ മ്യൂസിക് സിസ്റ്റവും ലൈറ്റ് വർക്കൊക്കെ ചെയ്തിട്ടുള്ളത്. അത് ഞാൻ ഒരു നോൺ കോപ്പി റൈറ്റിൻ്റെ മ്യൂസിക് വെച്ചിട്ട് കേൾപ്പിച്ച് തരാം. ഈ ഒരു പിൻഭാഗത്തേക്ക് വരുവാണെങ്കിൽ സബ്ബൊക്കെ പുറമെ കാണുന്നത്. സാധാരണ ഈ ഒരു ഭാഗത്താണ് എല്ലാ വണ്ടിയുടെ സബ് ഉണ്ടാവും. അത് ഒഴിവാക്കിയിട്ട് താഴത്തേക്കാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഇതിൻ്റെ ഉൾഭാഗത്തുള്ളത്. ഇനി ലൈറ്റും അതുപോലെ തന്നെ ഇതിൻ്റെ അടിയിലുള്ള ഓരോ വർക്കും ഞാൻ കാണിച്ചു തരാം. ഓരോന്നായിട്ട് നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കാം. പിന്നെ ഇതിൻ്റെ ഓരോ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു വർമാസിൻ്റെയാണ്. അതിൻ്റെ മ്യൂസിക് സിസ്റ്റത്തിൻ്റെ എഫക്റ്റും നമുക്കൊന്ന് ജസ്റ്റ് ഒരു നോൺ കോപ്പി റൈറ്റ് മ്യൂസിക് വെച്ചിട്ടൊന്ന് കേൾക്കാനുള്ള ഒരു സംവിധാനം നോക്കാം. ഇനി നേരെ മുകളിലേക്ക് നോക്കുവാണെങ്കിൽ ഇവിടെ ലൈറ്റ്സ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. സെപ്പറേറ്റ് ലൈറ്റ്സും സ്വിച്ചൊക്കെ സെപ്പറേറ്റ് തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ എടുത്തു പറയേണ്ടത് ഇവിടെ ഒരു USB ചാർജിങ്ങിൻ്റെ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. 2 USB നമുക്ക് ഇതിൽ ചാർജ് ചെയ്യാൻ പറ്റും. നമ്മളിതിൽ ഇതേപോലെ തൈക്കൂടത്തിലും കണ്ടിട്ടുണ്ടായിരുന്നു. ആ രീതിയിലാണ് ഇതിലും കൊടുത്തിട്ടുള്ളത്. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ കൊടുത്തിട്ടുണ്ട്. ഫാനും അതുപോലെ തന്നെ സ്പേസിംഗ് ഒക്കെ നല്ല രീതിയിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഹൈലൈറ്റ്സ് പറയുകയാണെങ്കിൽ നമ്മൾ ഇതിൻ്റെ വർമാസിൻ്റെ ആണ് സൗണ്ട് സിസ്റ്റം ചെയ്യില്ല. ഞാൻ എന്തായാലും കേൾപ്പിച്ച് തരാം. നല്ല അടിപൊളി ഒരു സൗണ്ട് സിസ്റ്റം ആണ് ഇതിൽ വന്നിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ സീറ്റ് നല്ല റെഡിൻ്റെ കോമ്പിനേഷനാണ് സീറ്റൊക്കെ ചെയ്തത്. പിന്നെ ലെഗ് സ്പേസ് നല്ല രീതിയിലുള്ള ലെഗ് സ്പേസും ഇതിൽ കൊടുത്തിട്ടുണ്ട്. യാത്രയൊക്കെ നല്ല കംഫർട്ടബിൾ ആയിരിക്കും. ആ ഒരു രീതിയിലാണ് ലെഗ് സ്പേസ് കൊടുത്തിട്ടുള്ളത്. പിന്നെ മുൻഭാഗത്തേക്ക് പോകുകയാണെങ്കിൽ TV സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു വശത്ത് ഒരു മൊബൈൽ ചാർജിങ്ങിൻ്റെ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്നു എല്ലാ സീറ്റിൻ്റെ അടിയിലും USB ചാർജിങ്ങിൻ്റെ ഓപ്ഷൻ വന്നിട്ടുണ്ട്. അത് കൂടാതെ ഇവിടെയും ചാർജിങ്ങിൻ്റെ ഓപ്ഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ. ഇനി നമുക്ക് ഇതിൻ്റെ മ്യൂസിക് ഒന്ന് കേട്ട് നോക്കാം അല്ലേ എങ്ങനെയുണ്ട് എന്നുള്ളത്. അപ്പോൾ നമ്മളിതാ വണ്ടീൻ്റെ ഉള്ളിലുള്ള എല്ലാ ലൈറ്റ്സും ഓൺ ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു NCS മ്യൂസിക് നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മളൊക്കെ ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ ക്യാബിന് കാണിച്ചപ്പോൾ ലൈറ്റൊന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇത് ലൈറ്റൊക്കെ ഇട്ടിട്ട് കാണിക്കുന്ന രീതിയാണിത്. ഇവിടെ ഒരു കൊന്തേനെ ലൈറ്റൊക്കെ വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഡ്രീം ക്യാച്ചർ സെറ്റ് ചെയ്തിട്ടുണ്ട്. കുറേ ഡ്രീം ക്യാച്ചർ വരുന്നുണ്ട്. ചെറുതുണ്ട് വലുതുണ്ട്. അതുപോലെ ആ രീതിയിൽ കുറേ ഡ്രീം ക്യാച്ചർ നമ്മൾ ഇവിടെ കാണാൻ പറ്റും. ഈ രീതിയിലാണ് ഇതിൻ്റെ ഉള്ളിലത് ലൈറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ഡ്രൈവറിൻ്റെ ലുക്ക് ഇരിക്കുമ്പോഴുള്ള ലുക്ക് വേറെ ലെവലായിരിക്കും. നമുക്ക് ഈ വണ്ടീൻ്റെ പുറത്തേക്കുള്ള വ്യൂ ഞാൻ ഒന്ന് കാണിച്ചു തരാം എങ്ങനെയാണുള്ളത് എന്നുള്ള കാര്യം. അപ്പോൾ ഇത് ഈ ഒരു വണ്ടിയിൽ നിന്ന് ഡ്രൈവർ ഓടിക്കുമ്പോഴുള്ള വ്യൂ ഈ രീതിയിലാണ് ഈ വ്യൂ കിട്ടുക. നല്ല അടിപൊളി വ്യൂ ആണ്. ഡ്രൈവർ മുന്നിലും ഡ്രീം ക്യാച്ചർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് അടിപൊളിയായിട്ടുള്ള കുറേ ഡ്രീം ക്യാച്ചർ സെറ്റ് ചെയ്യും. പക്ഷേ വിഷന് കട്ടാവുന്ന രീതിയിലില്ല. വ്യൂ നല്ല രീതിയിലുള്ള വ്യൂ കിട്ടുന്ന രീതി തന്നെയാണ് ഇതിൻ്റെ പുറത്തേക്ക് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇത്രയാണ് ഇതിൻ്റെ ക്യാബിൻ്റെ കാര്യങ്ങൾ. ഇത്രയൊക്കെയാണ് ഈ ഒരു ലൂസിഫർ ട്രാവൽ ഹബിന്റെ രംഗണ്ണന്റെ വിശേഷങ്ങളുള്ളത്. നമ്മളുടെ ഇവരുടെ ഇൻസ്റ്റാഗ്രാം പേജും അതുപോലെ തന്നെ ബുക്കിങ്ങിനുള്ള നമ്പറൊക്കെ ഞാൻ ഇതിന്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾക്ക് ബുക്കിങ്ങിനൊക്കെ ആവശ്യത്തിന് വേണമെങ്കിൽ വിളിക്കാം അതിലേക്ക്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു ചെറിയൊരു വീഡിയോ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെടണമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അടിച്ചു പിടിച്ചേക്കണം. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ പുതിയൊരു കണ്ടന്റുമായി കാണാം. അതുവരെ ബൈ.